വാർപ്പ് രാജൻ. ചേട്ടാ, ആ സുനി എവിടെയല്ലേ? ഞാനിവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാ ചേട്ടാ. വാർപ്പിന്റെ പണിക്കൊന്നും ഞാൻ വരികയില്ല. എന്നെ ലോകം അറിയപ്പെട്ട് ഞാൻ വലിയ കലാകാരനായി. അപ്പടേക്ക് എങ്ങനെ പോകുമെന്ന് പറയണ്ടേ? ഇവിടെ സിമന്റ് കുഴക്കാൻ ആളില്ലല്ലോ. ആ സോറി രാജേട്ടാ. രാജേട്ടാ ഇനി ഞാൻ വരികയില്ല കേട്ടോ. ഞാൻ വെയില് കൊണ്ട് കറുത്തു. ആണോ? സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടതാ. എന്തായാലും ഈ ഫീൽഡ് വിട്ട് പോവല്ലേ? ആ പുതിയ ഫീൽഡിൽ നല്ല ഉഷാറാട്ടെ. ആ അല്ല മുന്നോട്ട് പോയിട്ടേ ആ നന്നായി വാ. അത് അനുഗ്രഹിച്ചാന്നോ അതോ ശപിച്ചതാണോ? അണ്ടിക്കോട് സുനിയല്ലേ? അണ്ടിക്കോട് സുനിയോ? അണ്ടിക്കോട് സുനിയല്ലേ? ഞാൻ സുനിൽ കുമാർ. എടാ ഇല്ല മനസ്സിലായില്ല എനിക്ക്. ഇല്ല. എടാ എന്റെ കൂടെ പഠിച്ചേ. എന്റെ കൂടെ അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. എടാ 4ാം ക്ലാസ്സിൽ ഈ ട്രൗസറിൽ മൂത്രം വെച്ചപ്പോ ടീച്ചർ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞില്ലേ? എന്റെ കൂടെ വന്ന ആള് ഞാൻ. എടാ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ ഷാജിയ. പേരൊക്കെ അറിയാലോ എനിക്ക്. കള്ള എവിടെയാണ് എത്ര കാലം? വാ, ഇതിന്റെ വീട് എന്റെ ഷോപ്പാ. ആണോ? വാ, ഈ എവിടെയാണ് ഇത്രയും കാലോ? അതൊന്നും പറയണ്ട. നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ഐറ്റം വേറെ എന്നുള്ളൊരു പരിപാടി ഒരു മാസം മുന്നേ ഞാൻ കളിച്ചിരുന്നു. ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയല്ലേ? അതിനകത്ത് ഉണ്ട് നീ. ഭയങ്കര വിജയായിരുന്നു. അഭിപ്രായം ഉണ്ടായോ? ഭയങ്കര അഭിപ്രായം. അല്ല ഷാജോണേട്ടനൊക്കെ എന്ത് പറഞ്ഞു? ഷാജോൻ ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ ഇനി ഒരു പണിക്കും പോണ്ട, നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നോട്. എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കണം. ആപ്പ ഉപ്പ കമ്പനി, അതായത് കച്ചർ പിച്ചർ കമ്പനിക്കാരോട് ഒന്നും കൂടരുത്. അത് നല്ല കാര്യമാണ്. അവര് പറഞ്ഞ കറക്റ്റാ. നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ അണ്ടിക്കഞ്ഞി കമ്പനിക്കാരൊക്കെ ഒഴിവായി കാണണം. അത് മനസ്സിലാക്കല്ലോ. എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ എല്ലാ അണ്ടിക്കഞ്ഞി ഒഴിവാക്കല്ലേ. അല്ല മറ്റേ മൂപ്പർ എന്ത് പറഞ്ഞു? ആര്? നസീർ സംക്രാന്തി. നസീർക്ക പറഞ്ഞ് ഇങ്ങനെ എന്നെ തോണ്ടിയിട്ട്. എന്തിനു വന്നാന്നല്ലേ? അല്ലല്ല, ഏടിയായിരുന്നു ഇത്രയും കാലം. ബിജുക്കുട്ടൻ ചേട്ടനാ മൂപ്പര് ഭയങ്കര. ബിജുട്ടൻ കൊറേ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഒന്നും പറയാനില്ല. ഒന്നും പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല. അതെ അതെ. അപ്പൊ സിനിമാക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധായി. ഭയങ്കര ബന്ധാ. അല്ലടാ നമുക്ക് ഈ സാധാരണക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ സിനിമാക്കാരോട്. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോടിപ്പോ എനിക്ക് ചോദിക്കാലോ? ചോദിച്ചോ. നമ്മളെ പൃഥ്വിരാജ് ഭയങ്കര ജാടയെന്ന് പറയുന്നത് ശരിയാ? ഒരു ജാടയില്ലട്ടോ. പച്ചപ്പാവാ. ആണോ? മൂപ്പര് ഇപ്പൊ അടുത്തൊരു സിനിമ ഇറങ്ങിയില്ലേ? ഏതാ? എമ്പൂരാൻ. ആ, അതിന്റെ 2ാം ഭാഗത്തിൽ എന്നെയാ ക്ഷണിച്ച് അഭിനയിക്കുക. എന്താ പേര്? തമ്പുരാൻ. വല്ലാത്തൊരു എന്തായാലും പകയ്ക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്റെ വൈഫിനൊന്ന് വിളിച്ചു പറയട്ടെ. ഓക്ക് ഭയങ്കര സന്തോഷം. ഓള് സ്ഥിരം കാണുന്ന പരിപാടിയാണ്. ഹലോ എടി, പിന്നെ എന്റെ ഷോപ്പിൽ ഒരു സിനിമാ നടൻ വന്നിക്കണ്. സുനിൽ കുമാർ. ആരാന്ന് എനിക്ക് പറയും. എന്റെ കൂടെ പഠിച്ച എന്റെ ഇന്ത്യ സുഹൃത്താ. സിനിമയിലെത്തിയ സുനിൽ കുമാർ. എടി ഞാൻ എന്നോട് എപ്പോഴും അവനെ പറ്റി പറയലുണ്ട്. എന്റെ കൂടെ 4ാം ക്ലാസ് പഠിച്ച ട്രൗസറിൽ മൂത്രമൊഴിച്ച സുനി. മനസ്സിലായോ? ആ അണ്ടിക്കോട് സുനി. ഓനതാ എന്റെ വൈഫാണ്. ഹലോ പെങ്ങളെ, എന്തൊക്കെയാ സുഖാണോ? ഇനി പറയാനോ ഭർത്താവിന്റെ ഫ്രണ്ട് ഒരു സിനിമാ നടനാന്നൊക്കെ പറയാനോ. പിന്നെ ആശംസാ വീഡിയോ മറക്കണ്ട കേട്ടോ. കല്യാണം, മോളെ ബർത്ത്ഡേ, ഉത്സവം, കുടുംബശ്രീ യോഗം, എന്ത് പരിപാടിക്കും ചേട്ടനെ വിളിച്ചോട്ടോ. അതെ, നമ്മുടെ പ്രിയദർശൻ സാറ് വിളിക്കുന്നുണ്ട്. പിന്നെ വിളിക്കട്ടോ. അല്ല പ്രിയദർശൻ വിളിച്ച്? മൂപ്പരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും എപ്പോഴും. ഇതായി എന്റെ ഫോണല്ലേ? ശരിയാ, അത് ഇന്റെ ഫോണാന്നല്ലോ. മൂപ്പരെങ്ങനെയാടോ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നോക്കിട്ട് എങ്ങനെയോ തേടി. അത് ശരി. എന്തായാലും വല്ലാത്തൊരു കഥ. അതാടിക്കണ അത് അടുത്ത ആൾ. ഇതെന്താ? വായിച്ചോ, അടുത്ത ആളായത്. ട്രൂത്ത് ഈവനിങ് ഫോറസ്റ്റ്. ഇതാരാ? ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? സത്യം. ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? വൈകുന്നേരം അന്തിക്കെന്ന് പറയല്ലോ. ഫോറസ്റ്റ് എന്ന് വെച്ചാ കാട്. എടോ സത്യനന്തിക്കാരനോ? സത്യനന്തിക്കാടാ വിളിച്ചേ? വേടക്ക് വേടക്ക് സത്യേട്ടാ. പിന്നെ ഞാൻ അഭിനയിക്കലും ശരിയാണ്. പക്ഷെ നിങ്ങൾ എടുത്ത പടത്തിന്റെ ഏതെങ്കിലും ഒരു സീന് എനിക്ക് എടുത്ത് അയച്ചതാ. ഇത് ഞാനത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ കൂടെ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിക്കും. മാമാ മെല്ലെ വിളിക്ക്, കമ്പനി പുറത്ത് നിർത്തിക്കളാ. അജയ മാഷേ. ഒരു ചൂടാണ് ചങ്ങായിയെ, പുറത്തിറങ്ങാൻ പറ്റിയ പൊള്ളുക. ഭയങ്കര ചൂട്. ഐസൊക്കെ ഉരുക്കി പോയി മാഷേ. എന്നാ പിന്നെ ഐശ്വര്യന്നല്ല കച്ചവടം ഐശ്വര്യക്കിന്നാക്കിക്കള്. ഇരിക്കിങ്ങള്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. ദിവസം ഈ പീഡിയന്റെ മുന്നിൽ വന്നുത്തിരിക്കണ എനിക്കും തെത്താണ്ട സർപ്രൈസ്. എന്താ സംഭവിച്ചാലേ, എന്റെ കൂടെ പഠിച്ച സുനീനെ ഓർമ്മ ഉണ്ടോ?
അണ്ടിക്കോട് അണ്ടിക്കോട് സുനി. അണ്ടിക്കോട് സുനി ഇപ്പൊ പഴയ അണ്ടിക്കോട് സുനി അല്ല, പിന്നെ സുനിൽ കുമാറാ, സിനിമാ നടനാ. സിനിമ നടനോ? ആ. ഞാൻ പഠിപ്പിച്ച സുനിൽകുമാർ സുനിലോ? ഇതാ നോക്കി അങ്ങോട്ട്. ആകെ ചത്ത് വീർത്തുകണല്ലേ. അമ്മോ, അല്ല ഇവൻ പറഞ്ഞിട്ട് സിനിമാ നടനായി എന്നൊക്കെ. ഞാൻ ദൈവത്തിന്റെ ഒരു കളികളെ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാ ഏ. ഇപ്പൊ അഭിനയത്തിന്റെ മേഖലയിൽ എത്തുന്നു. അതെങ്ങനെ മാഷെ? അത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടാണ്. ആ. ഇവനോട് ഞാൻ 5ന്റെ ഗുണനെപ്പറ്റി എല്ലാം പറഞ്ഞു. ആ. അന്ന് ഇവന്റെ മുഖത്ത് വന്ന നവരസം, ഒരു സൈഡില് മമ്മൂട്ടി, മറ്റേ സൈഡില് മോഹൻലാല്, ആ. സുരേഷ് ഗോപി. എനിക്ക് മനസ്സിലായി സംഗതി. ഏ. അപ്പൊ തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്ത്? 1 കിലോഗ്രാമിൽ എത്ര ഗ്രാമാന്ന്? ആ, എന്താടാ പറഞ്ഞ്? ഞാൻ പറഞ്ഞു 750 ഗ്രാം. അത് ആര് പഠിപ്പിച്ച എന്നെ? അച്ചാച്ചേ, അച്ചാച്ചനോ? അച്ചാച്ചനതേ ജോലി? റേഷൻ പിടിയുള്ള തൂക്കക്കാരനാ. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങത് പോകാനാ പൊന്ന് മോനെ. സുനിയ, ആ. ഇതിപ്പോ സിനിമാറിനായ സ്ഥിതിക്ക് ആ. ഇപ്പൊ ചെന്നൈയിലാവും താമസല്ലേ? അല്ല, ഞാനിപ്പോ അണ്ടിക്കോടാ താമസം. അണ്ടിക്കോടൊക്കെ പാകം മാറിപ്പോയിട്ടോ. പഴയ അണ്ടിക്കോടൊന്നും ഇല്ലല്ലോ മാഷെ. ഇന്റെ ഒരു 22 വയസ്സുള്ള കാലത്ത് അണ്ടിക്കോട് എന്ന് പറഞ്ഞ ഗ്രാമ, ഒരു പഞ്ചായത്ത് കിണറും, പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും, ആ. പിന്നെ നീല പെയിന്റ് അടിച്ചൊരു വീടും. ആ, മനസ്സിലായി. ഉം. നീല പെയിന്റ് അടിച്ചല്ലേ ശാരദ ടീച്ചർ വീട്. അത് ഇമ്പടെ സഹപ്രവർത്തകല്ലേ? അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് പിടിക്കാ കള്ള. ശാരദ ടീച്ചറെ പാടെന്താ? ശാരദ ടീച്ചർ ഭർത്താവ് മരിച്ചേ. ഭർത്താവ് മരിച്ച് 6 മാസമായി. എന്തായാലും ആ വൈക്കൊക്കെ ഒന്ന് പോണം. ആ, സഹപ്രവർത്തകയാണല്ലോ, ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം. വല്ലാണ്ട് ബന്ധങ്ങൾ അങ്ങോട്ട് പുതുക്കണ്ട മാഷെ. ഉം. മൂത്ത മോയെ മിലിറ്ററിയും, രണ്ടാമത്തെ മോയെ SI. ആണോ? അത് മാത്രല്ല, ഒരു നായുണ്ട്. വയസ്സാം കാലം, നായിന്റെ കടി, പൊക്കുള്ളു ചുറ്റും സൂചി. വേണ്ടല്ലേ ബന്ധങ്ങളൊന്നും അത് പുതുക്കണം. വേണ്ട മാഷെ. ഇവരെ ടിവിയിൽ ഭയങ്കര പരിപാടിയൊക്കെ അവതരിപ്പിച്ചിക്കണ്. ആണോ? ആ. അത് ചേച്ചി അങ്ങനെ സിനിമയിൽ അവസരം കിട്ടിയതാ? അല്ലടക്ക് എന്താ അവിടെ പോയി അവതരിപ്പിച്ച്? അതൊന്നും ആ. കാണിച്ച് മാഷ്ക്ക് ഒരു രസല്ലേ, നമ്മള് കാണാലോ. മറ്റേ മാണ്ടാലോ, അത് എനിക്ക് തന്നെ മടിച്ചു. ഏതാണ്? ഏതാണ്? എന്റെ മേശി. അത് വേണ്ട. അല്ലടാ മമ്മൂട്ടിനൊക്കെ ചെയ്യല്ലോ ഇപ്പൊ മാസ്റ്റർ പീസ്. മമ്മൂക്കാനൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ സൗണ്ട് അടക്കണ്ട് മാഷെ. മമ്മൂക്കാന്റെ സൗണ്ട് ഒക്കെ ചെയ്യോ? ആ. ഓ, ആ ഒരു മഹാനടന്റെ ശബ്ദം, അതിന്റെ ഒരു ഘനം, അതിന്റെ ഒരു ഗംഭീരൊക്കെ മാഷിന് ആസ്വദിക്കണം അല്ലേ? ആ, ഒന്ന് ചെയ്ത് കൊടുക്ക്. ദാ വരുന്നുണ്ട്. അമ്പ. അക്ഷരങ്ങൾ അടച്ചടിച്ച് കുട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഇന്ത്യ, ഓടിക്കണക്കാരായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ചക്ക വലിച്ച് ചോര ചുമച്ചു തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോതിന് ഭർത്താക്കന്മാരെ ശാസ്തിച്ചത്തായപ്പെടുത്തിക്കുന്ന കൊച്ചമ്മാട് ഇന്ത്യയല്ല. മക്കൾക്ക് ഒരു നേരം വാരി വലിച്ച് താൻ ബഹുതേരി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ ആത്തി ഇറക്കി വിട്ടില്ലേ കൃഷ്ണേട്ടനെ പോലെയുള്ള സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെ ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ IAS അക്കാദമി അടവച്ചടവച്ച് വിധിക്കുന്ന തന്നെ പോലത്തെ സ്നോബകൾക്ക് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടാൽ സെൻസ് ഉണ്ടായിരിക്കണം, സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം, സെൻസിറ്റീവ് ഉണ്ടായിരിക്കണം. രാജേ, മാഷേ ജോനോട് പറയും എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിക്കണെന്ന്. ഒന്നും സംഭവിക്കില്ല മാഷെ. മേലിലൊരാണിന്റെ നേരെ പൊങ്ങില്ലേ കയ്യ്, അതെനിക്കറിയാൻ. പക്ഷേ നീ ഒരു പെണ്ണായി പോയി, വെറും ഒരു പെണ്ണ്. ഇവനെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ. ഏത് സെലിബ്രേറ്റ് ആയിട്ടെന്താ? ഓന്റെ മനസ്സിലിപ്പോൾ 1 കിലോ 750 ഗ്രാമാണ്. 2 ആൾ കൂടി വന്ന എനിക്ക് ഒരു സന്തോഷം പറയാനുണ്ട്. എന്താ മാഷെ? നമ്മളെ സ്കൂളിന്റെ വാർഷികം ആ. ഈ 26-ാം തീയതിയാണ് 76-ാം വാർഷികം. ആഹാ. അപ്പോ എന്റെ ഒരു ആഗ്രഹമുണ്ട്, എന്താണ്? ഒരു സെലിബ്രേറ്റിന് കൊണ്ടുവന്നിട്ട് ആ. നമ്മളെ സ്കൂൾ കണ്ട് ഉദ്ഘാടനം ചെയ്യും. എനിക്ക് മനസ്സിലായി മാഷെ. അത് ഞാൻ അവിടെ വെട്ടോളാം. ഈ വ്യക്തമായിട്ട് പറഞ്ഞ ഫണ്ടിന്റെ കാര്യം അതൊക്കെ ഞാൻ ശരിയായി തരാം. അല്ല അതൊക്കെ വീട്ടെ ഫണ്ടില്ല, എന്റെ വീട്ടിൽ കൂടലൊക്കെ കഴിച്ചതാ. എടാ പിന്നെ മാഷ് പറഞ്ഞെന്താ വെച്ചാൽ അത് അടക്കി. പിന്നെ മാഷാടെ പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ സ്കൂളിന്റെ വാർഷികം, അതെ, അതിന്റെ ഉദ്ഘാടനത്തിന് അന്നെ വേണം. എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ വരണം, പൈസ ഒന്നും ഉണ്ടാവില്ല. എന്തിനാ ഷാജിയെ, നമ്മള് പഠിച്ച സ്കൂളല്ലേ, ആടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുക എന്റെ ഏറ്റവും വലിയ ഭാഗ്യല്ല ഷാജി. അത് അത്രേ ഉള്ളടാ. പിന്നെ പൊന്നാട. ഈ അത് പറയണ്ട, ഞാൻ പൊന്നാണെന്ന് എനിക്ക് അറിയാം. അതല്ല, പൊന്നാട പുതപ്പ്. എന്താണോ എന്റെ പോസ്റ്റർ അടിക്കുക, ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരും. ഫ്ലക്സ് അടിക്കുക. പൈസ ഒന്നും വേണ്ട. പൈസ ഞാൻ സംസാരിച്ചോളാം. മാഷേ ഓക്കെ, ഇജ്ജ് പറഞ്ഞോ? ഞാൻ പറഞ്ഞ് ഒരു പൊന്നാടയും ഒരു ട്രോഫിയും പിന്നെ ഫ്ലക്സിൽ ഫോട്ടോ, അത്ര മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇജ്ജ് ഓന്റെ ഒപ്പം നിക്കണം. മാഷൊന്ന് ഔപചാരികമായിട്ട് ക്ഷണിച്ചാളി. ഞാൻ ശരിക്കാ. സുനിയെ, കാര്യങ്ങളൊക്കെ ഷാജി പറഞ്ഞല്ലോ. സന്തോഷാണ് മാഷ് പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുമിച്ച് നിന്നിട്ട്. അപ്പൊ ഞാന് ഇവന്റെ ആവശ്യപ്രകാരം ഔദ്യോഗികമായിട്ട് തന്നെ ക്ഷണിക്കാം. കറക്റ്റ്. ഈ വരുന്ന 26-ാം തീയതി ഇവിടെ സ്കൂളിന്റെ 76-ാം വാർഷികമാണ്. അത് കറക്റ്റ് മാഷ്. അപ്പൊ അണക്ക് പരിചയമുള്ള നല്ലൊരു നടനെ കൊടുന്നിട്ട്
ഈ നമ്മളെ സ്കൂളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാ. ഞാൻ വേണ്ടേ? അല്ല ഇജ്ജ അവിടെ ഉണ്ടായിക്കോ, അന്നെല്ലാവർക്കും അവിടെ പരിചയമുണ്ടോ? അല്ല അത് കറക്റ്റ്. ആ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വേണ്ട. അല്ല ആസിഫലിയോ ടോവിനോ ഉണ്ണിമുകുന്ദനോ അങ്ങനെ ആരെങ്കിലും ഇതൊക്കെ ഇല്ലേ? മതി. മനസ്സിലായി. എന്തേ? കാട് വീടായാൽ ആശാരി കണ്ടെത്തി. മനസ്സിലായില്ല? അത് മനസ്സിലാകണമെങ്കിലേ വിദ്യാഭ്യാസം മാത്രം പോരാ, ഏ? വിവരം വേണം മാഷേ. അത് കറക്റ്റ് മാഷേ. അയ്യേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.